പ്രിയ കൂട്ടുകാരെ, കഥാമണ്ഡപത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പറഞ്ഞ കഥകൾ നൽകുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കഥയാണ് കൊണ്ടുവരുന്നത്. കൂടുതൽ കഥകൾക്കായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റുകളായി നൽകുകയും ചെയ്യുക. കാബൂളിവാല. എന്റെ 5 വയസ്സുകാരി മകൾ മിനിക്ക് സംസാരിക്കാതെ ഇരിക്കാൻ കഴിയില്ല. അവളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിശബ്ദമായി കളഞ്ഞിട്ടില്ലെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. അവളുടെ അമ്മയ്ക്ക് പലപ്പോഴും ഇതിൽ ദേഷ്യം വരും. അവളുടെ സംസാരം നിർത്താൻ ശ്രമിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. മിനി മിണ്ടാതിരിക്കുന്നത് അസ്വാഭാവികമാണ്. എനിക്കത് അധികനേരം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവളുമായുള്ള എന്റെ സംഭാഷണം എപ്പോഴും സജീവമാണ്. ഉദാഹരണത്തിന്, ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ പുതിയ നോവലിന്റെ 17ാം അധ്യായം എഴുതുന്നതിനിടെ എന്റെ കുഞ്ഞു മിനി മുറിയിലേക്ക് കടന്നുവന്ന് എന്റെ കൈയിൽ പിടിച്ചു പറഞ്ഞു, "അച്ഛാ, രാംദയാൽ എന്ന വാതിൽകാവൽക്കാരൻ കാക്കയെ ക്രൗ എന്ന് വിളിക്കുന്നു. അയാൾക്കൊന്നും അറിയില്ല അല്ലേ?" ഈ ലോകത്തിലെ ഭാഷാവ്യത്യാസങ്ങൾ അവൾക്ക് വിശദീകരിക്കുന്നതിനു മുൻപ് തന്നെ അവൾ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നിരുന്നു. "അച്ഛാ, എന്തു തോന്നുന്നു? ഭോല പറയുന്നു മേഘങ്ങളിലൊരു ആനയുണ്ടെന്നും അത് തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ഊതി പുറത്തുവിടുന്നതുകൊണ്ടാണ് മഴ പെയ്യുന്നതെന്നും." അവസാനത്തെ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വീണ്ടും വേഗത്തിൽ ചോദിച്ചു, "അച്ഛാ, അമ്മ നിങ്ങൾക്കാരാണ്?" ഗൗരവമുള്ള മുഖത്തോടെ ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിച്ചു, "മിനി, ഭോലയോടൊപ്പം പോയി കളിക്കൂ, ഞാൻ തിരക്കിലാണ്." എന്റെ മുറിയുടെ ജനൽ റോഡിനഭിമുഖമായിരുന്നു. കുട്ടി എന്റെ മേശയ്ക്കരികിൽ എന്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് കാൽമുട്ടുകളിൽ പതിയെ താളം പിടിച്ചു കളിക്കുകയായിരുന്നു. ഞാൻ എന്റെ 17ാം അധ്യായത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതിൽ നായകൻ പ്രതാപ് സിംഗ് നായികയായ കാഞ്ചനലതയെ തന്റെ കൈകളിൽ പിടിച്ച് കോട്ടയുടെ 3ാം നിലയിലെ ജനലിലൂടെ രക്ഷപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മിനി കളി നിർത്തി ജനലിനടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞത്, "ഒരു കാബൂളിവാല, ഒരു കാബൂളിവാല." തീർച്ചയായും താഴെ തെരുവിൽ ഒരു കാബൂളിവാല സാവധാനം നടന്നുപോകുന്നുണ്ടായിരുന്നു. അയാൾ തന്റെ നാട്ടുകാരുടെ അയഞ്ഞതും അഴുക്കുപിടിച്ചതുമായ വസ്ത്രങ്ങളും ഉയരമുള്ള തലപ്പാവും ധരിച്ചിരുന്നു. അയാളുടെ പുറത്ത് ഒരു സഞ്ചിയുണ്ടായിരുന്നു. കയ്യിൽ മുന്തിരിപ്പെട്ടികളും ഉണ്ടായിരുന്നു. ഈ മനുഷ്യനെ കണ്ടപ്പോൾ എന്റെ മകൾക്ക് എന്തു തോന്നിയെന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അവൾ അയാളെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അയ്യോ, ഞാൻ വിചാരിച്ചു, അയാൾ അകത്തേക്ക് വരും. എന്റെ 17ാം അധ്യായം ഒരിക്കലും പൂർത്തിയാകില്ല. അതേ നിമിഷം തന്നെ കാബൂളിവാല തിരിഞ്ഞ് കുട്ടിയെ നോക്കി. ഇത് കണ്ടപ്പോൾ ഭയം കാരണം അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിയൊളിച്ചു. ആ വലിയ മനുഷ്യൻ ചുമന്നിരുന്ന സഞ്ചിക്കുള്ളിൽ ഒരുപക്ഷെ അവളെപ്പോലെ 2 or 3 കുട്ടികൾ ഉണ്ടാകുമെന്ന ഒരു അന്ധമായ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അതിനിടെ ആ കച്ചവടക്കാരൻ എന്റെ വാതിൽക്കൽ കടന്നുവന്ന് പുഞ്ചിരിച്ച മുഖത്തോടെ എന്നെ അഭിവാദ്യം ചെയ്തു. എന്റെ നായകനും നായികയും അത്രയും അപകടകരമായ അവസ്ഥയിലായിരുന്നതുകൊണ്ട് ആ മനുഷ്യനെ വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി നിർത്തുക എന്നതായിരുന്നു എന്റെ ആദ്യത്തെ തോന്നൽ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി അബ്ദുറഹ്മാൻ, റഷ്യക്കാർ, ഇംഗ്ലീഷുകാർ, അതിർത്തി നയം എന്നിവയെക്കുറിച്ചൊരു സംഭാഷണം ആരംഭിച്ചു. അയാൾ പോകാൻ ഒരുങ്ങുമ്പോൾ ചോദിച്ചു, "ചെറിയ കുട്ടി എവിടെ സർ?" മിനി അവളുടെ തെറ്റായ ഭയം മാറ്റണമെന്ന് ഞാൻ വിചാരിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവൾ എന്റെ കസേരക്കരികിൽ നിന്നു കാബൂളിവാലയെയും അയാളുടെ സഞ്ചിയെയും നോക്കി. അയാൾ അവൾക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നൽകി. പക്ഷെ അവൾക്കതിൽ താൽപ്പര്യം തോന്നിയില്ല. അവളുടെ സംശയങ്ങൾ വർദ്ധിച്ച് അവൾ എന്നോട് കൂടുതൽ ചേർന്നു നിന്നു. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ കൂട്ടിക്കാഴ്ച. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാതിൽക്കലുള്ള ഒരു ബെഞ്ചിലിരുന്ന് വലിയ കാബൂളിവാലയുടെ കാൽക്കൽ ചിരിച്ചും സംസാരിച്ചുമിരിക്കുന്ന മിനിയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവളുടെ ജീവിതത്തിൽ എന്റെ മകൾക്ക് അവളുടെ അച്ഛനല്ലാതെ ഇത്രയും ക്ഷമയുള്ളൊരു കേൾവിക്കാരനെ കിട്ടിയിട്ടില്ലെന്ന് തോന്നി. അവളുടെ ചെറിയ സാരിയുടെ അറ്റം ബദാമും ഉണക്കമുന്തിരിയും കൊണ്ട് നിറഞ്ഞിരുന്നു. അത് അവളുടെ സന്ദർശകന്റെ സമ്മാനമായിരുന്നു. "എന്തിനാണ് നിങ്ങൾ അവൾക്കത് കൊടുത്തത്?" ഞാൻ ചോദിച്ചു. ഒരു 8 നാണയമെടുത്ത് ഞാൻ അയാൾക്ക് കൊടുത്തു. അയാൾ ഒരു മടിയും കൂടാതെ പണം സ്വീകരിച്ച് പോക്കറ്റിലിട്ടു. അയ്യോ, 1 മണിക്കൂറിന് ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോൾ ആ നിർഭാഗ്യകരമായ നാണയം അതിന്റെ മൂല്യത്തിന്റെ ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. കാരണം കാബൂളിവാല അത് മിനിക്കു കൊടുത്തിരുന്നു. തിളക്കമുള്ള ആ വൃത്താകൃതിയിലുള്ള വസ്തു കണ്ടപ്പോൾ അവളുടെ അമ്മ കുട്ടിയുടെ നേർക്ക് ചാടി വീണ് ചോദിച്ചു, "ആ 8 നാണയം നിനക്കെവിടെ നിന്ന് കിട്ടി?" "കാബൂളിവാലയാണ് എനിക്ക് തന്നത്," മിനി സന്തോഷത്തോടെ പറഞ്ഞു. "കാബൂളിവാല നിനക്ക് തന്നെന്നോ?" അവളുടെ അമ്മ ഞെട്ടലോടെ വിളിച്ചു പറഞ്ഞു. "ഓ മിനി, നീ എങ്ങനെ അത് അയാളിൽ നിന്ന് വാങ്ങി?"
ഞാൻ അപ്പോൾ തന്നെ അകത്തേക്ക് കടന്ന് അവളെ വരാനിരുന്ന ആപത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നിട്ട് എന്റെ സ്വന്തം അന്വേഷണങ്ങൾ ആരംഭിച്ചു. അവർ കണ്ടുമുട്ടുന്നത് ഇത് ആദ്യത്തെ തവണയോ രണ്ടാമത്തെ തവണയോ ആയിരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അണ്ടിപ്പരിപ്പും ബദാമും നൽകി സമർത്ഥമായി കൈക്കൂലി കൊടുത്ത് കാബൂളിവാല കുട്ടിയുടെ ആദ്യത്തെ ഭയം മാറ്റിയിരുന്നു. ഇപ്പോൾ അവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അവർക്ക് രസകരമായ പല തമാശകളും ഉണ്ടായിരുന്നു. അതവർക്ക് വലിയ സന്തോഷം നൽകി. അയാളുടെ മുന്നിലിരുന്ന് തന്റെ കുഞ്ഞു ഗാംഭീര്യത്തോടെ അയാളുടെ വലിയ ശരീരത്തിലേക്ക് നോക്കി മിനി ചിരിച്ചുകൊണ്ട് മുഖം ചുളിച്ചു ചോദിക്കും, "ഓ കാബൂളിവാല, കാബൂളിവാല, നിങ്ങളുടെ സഞ്ചിയിൽ എന്താണുള്ളത്?" അയാൾ പർവ്വതവാസികളുടെ മൂക്കിലുള്ള ശബ്ദത്തിൽ മറുപടി പറയും, "ഒരാന." ഒരുപക്ഷെ വലിയ സന്തോഷത്തിന് കാരണമായിരുന്നില്ല അത്, പക്ഷെ അവർ രണ്ടുപേരും ആ തമാശ എത്രമാത്രം ആസ്വദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്ന മനുഷ്യനുമായി ഈ കുട്ടി സംസാരിക്കുന്നത് എപ്പോഴും വിചിത്രമായ ആകർഷകത്വമുള്ളതായിരുന്നു. പിന്നീട് കാബൂളിവാല പിന്നോട്ടു പോകാതെ തന്റെ ഊഴമെടുക്കും. "എന്താ കൊച്ചേ, നീ എപ്പോഴാണ് അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് പോകുന്നത്?" മിക്ക ബംഗാളി പെൺകുട്ടികളും അമ്മായിയപ്പന്റെ വീടിനെക്കുറിച്ച് പണ്ടേ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഞങ്ങൾ അല്പം പുതിയ ചിന്താഗതിക്കാരായതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ കുട്ടിയോട് പറഞ്ഞിരുന്നില്ല. ഈ ചോദ്യം കേട്ട് മിനി അല്പം ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടാകണം. പക്ഷെ അവളത് കാണിച്ചില്ല. പെട്ടെന്ന് തന്ത്രകരമായി മറുപടി പറഞ്ഞു, "നിങ്ങൾ അങ്ങോട്ട് പോകുകയാണോ?" എന്നാൽ കാബൂളിവാലയുടെ വർഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ അമ്മായിയപ്പന്റെ വീട് എന്ന വാക്കിന് ഇരട്ടെ അർത്ഥമുണ്ടെന്ന് നന്നായി അറിയാം. അത് ജയിലിനുള്ളൊരു മയപ്പെടുത്തലാണ്. നമുക്ക് സ്വന്തമായി ചെലവില്ലാതെ നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരിടം. ഈ അർത്ഥത്തിലാണ് ആ കരുത്തനായ കച്ചവടക്കാരൻ എന്റെ മകളുടെ ചോദ്യത്തെ എടുത്തത്. അയാൾ ഒരു അദൃശ്യനായ പോലീസുകാരനെ നോക്കി മുഷ്ടി ചുരുട്ടി പറയും, "ഞാൻ എന്റെ അമ്മായിയപ്പനെ ഇടിക്കും." ഇത് കേട്ട് ആ പാവം വിഷമിച്ച ബന്ധുവിനെ മനസ്സിൽ കണ്ട് മിനി പൊട്ടിച്ചിരിക്കും. അവളുടെ ശക്തനായ കൂട്ടുകാരനും അതിൽ ചേരും. ഇതൊരു ശരത്കാല പ്രഭാതമായിരുന്നു. പഴയകാല രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്ന അതേ സമയം. ഞാൻ കൊൽക്കത്തയിലെ എന്റെ ചെറിയ കോണിൽ നിന്ന് ഒരിക്കലും ഇളകാതെ എന്റെ മനസ്സിനെ ലോകം മുഴുവൻ അലയാൻ അനുവദിക്കും. മറ്റൊരു രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയം അങ്ങോട്ട് പോകും. തെരുവുകളിൽ ഒരു വിദേശിയെ കാണുമ്പോൾ ഞാൻ സ്വപ്നങ്ങളുടെ ഒരു വല നെയ്യാൻ തുടങ്ങും. അയാളുടെ വിദൂര വീട്ടിലെ മലകളും താഴ്വരകളും കാടുകളും അതിലെ അയാളുടെ കുടിലും വിദൂര വനങ്ങളിലെ സ്വതന്ത്രവും സ്വാശ്രയവുമായ ജീവിതവും. ഒരുപക്ഷെ ഈ യാത്രാരംഗങ്ങൾ എന്റെ മുന്നിൽ തെളിഞ്ഞുവരികയും എന്റെ ഭാവനയിൽ കൂടുതൽ വ്യക്തമായി കടന്നുപോകുകയും ചെയ്യുന്നത് ഞാനൊരു സസ്യജീവിതം നയിക്കുന്നതുകൊണ്ടായിരിക്കാം. ഒരു യാത്രാവിളി എനിക്കൊരു ഇടിമിന്നൽ പോലെയായിരിക്കും. ഈ കാബൂളിവാലയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉടൻ തന്നെ വരണ്ട പർവ്വതനിരകളുടെ താഴ്വരകളിലേക്ക് എത്തിച്ചേർന്നു. അവയുടെ ഉയരങ്ങൾക്കിടയിൽ ഇടുങ്ങിയ ചെറിയ ചുരങ്ങൾ വളഞ്ഞുപുളഞ്ഞു കിടക്കുന്നു. ചരക്കുകൾ വഹിച്ചുകൊണ്ട് ഒട്ടകങ്ങളുടെ നിരയും തലപ്പാവ് ധരിച്ച വ്യാപാരികളുടെ സംഘവും, ചിലർ അവരുടെ പഴയകാല തോക്കുകളും ചിലർ കുന്തങ്ങളും വഹിച്ചുകൊണ്ട് സമതലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് എനിക്ക് കാണാനായിരുന്നു. എന്നാൽ അങ്ങനെയൊരു ഘട്ടത്തിൽ മിനിയുടെ അമ്മ ഇടപെട്ട് ആ മനുഷ്യനെ സൂക്ഷിക്കണം എന്നെന്നോട് അപേക്ഷിക്കും. മിനിയുടെ അമ്മ നിർഭാഗ്യവശാൽ വളരെ ഭയമുള്ള ഒരു സ്ത്രീയാണ്. തെരുവിലൊരു ശബ്ദം കേൾക്കുമ്പോഴോ ആളുകൾ വീടിനടുത്തേക്ക് വരുന്നത് കാണുമ്പോഴോ അവർ കള്ളന്മാരോ മദ്യപാനികളോ പാമ്പുകളോ കടുവകളോ മലമ്പനിയോ പാറ്റകളോ പുഴുക്കളോ ആണെന്ന് അവരെപ്പോഴും നിഗമനം ചെയ്യും. ഇത്രയും വർഷത്തെ അനുഭവത്തിന് ശേഷവും അവർക്ക് തന്റെ ഭയത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കാബൂളിവാലയെക്കുറിച്ച് അവർക്ക് നിറയെ സംശയങ്ങളുണ്ടായിരുന്നു. അയാളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ എന്നോടെപ്പോഴും അപേക്ഷിക്കുമായിരുന്നു. ഞാൻ അവളുടെ ഭയത്തെ പതിയെ ചിരിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോൾ അവൾ ഗൗരവത്തോടെ എന്റെ നേർക്ക് തിരിഞ്ഞ് എന്നോട് ചില ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. "കുട്ടികളെ ആരും തട്ടിക്കൊണ്ടുപോകാറില്ലേ? അപ്പോൾ കാബൂളിൽ അടിമത്തമുണ്ടായിരുന്നില്ല എന്നത് സത്യമായിരുന്നില്ലേ? ഈ വലിയ മനുഷ്യന് ഒരു ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്നത് അത്രയ്ക്ക് അസംബന്ധമായിരുന്നോ?" അസാധ്യമല്ലായിരുന്നെങ്കിലും അത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് മതിയായിരുന്നില്ല. അവളുടെ ഭയം തുടർന്നു. എന്നാൽ അത് വ്യക്തമല്ലാത്തതുകൊണ്ട് ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് വിലക്കുന്നത് ശരിയായി തോന്നിയില്ല. ആ അടുപ്പം തടസ്സമില്ലാതെ തുടർന്നു. വർഷത്തിലൊരിക്കൽ ജനുവരി മാസത്തിന്റെ മധ്യത്തിൽ കാബൂളിവാലയായ റഹ്മാൻ തന്റെ നാട്ടിലേക്ക് മടങ്ങുന്ന പതിവുണ്ടായിരുന്നു. ആ സമയം അടുക്കുമ്പോൾ വീടുകൾ തോറും കയറിയിറങ്ങി തന്റെ കടങ്ങൾ പിരിച്ചെടുക്കാൻ അയാൾക്ക് വലിയ തിരക്കായിരിക്കും. എന്നാൽ ഈ വർഷം മിനിയെ വന്നു കാണാൻ അയാൾക്കെപ്പോഴും സമയം കണ്ടെത്താൻ കഴിഞ്ഞു. അവർ രണ്ടുപേരും തമ്മിൽ എന്തോ രഹസ്യധാരണയുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുമായിരുന്നു. കാരണം രാവിലെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ വൈകുന്നേരം വരുമായിരുന്നു. ഒരു ഇരുണ്ട മുറിയുടെ മൂലയിൽ ഉയരം കൂടിയ അയഞ്ഞ വസ്ത്രം ധരിച്ച ധാരാളം സഞ്ചികളുള്ള ഈ മനുഷ്യനെ പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് പോലും ചിലപ്പോഴൊക്കെ അതല്പം ഞെട്ടിക്കുന്നതായിരുന്നു. എന്നാൽ മിനി ചിരിച്ചുകൊണ്ട് "ഓ കാബൂളിവാല, കാബൂളിവാല" എന്ന് വിളിച്ച് ഓടിവരുമ്പോൾ പ്രായത്തിൽ ഇത്രയധികം വ്യത്യാസമുള്ള ആ രണ്ടു കൂട്ടുകാർ അവരുടെ പഴയ ചിരിയിലേക്കും തമാശകളിലേക്കും മടങ്ങുമ്പോൾ എനിക്ക് സമാധാനം തോന്നി.
അയാൾ പോകാൻ തീരുമാനിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ പഠനമുറിയിൽ പ്രൂഫ് ഷീറ്റുകൾ തിരുത്തുകയായിരുന്നു. തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ജനലിലൂടെ സൂര്യരശ്മികൾ എന്റെ കാലുകളിൽ തട്ടി. ആ നേരിയ ചൂട് വളരെ ആശ്വാസകരമായിരുന്നു. സമയം ഏകദേശം 8 മണിയായിരുന്നു. അതിരാവിലെ പുറത്തിറങ്ങിയ കാൽനടയാത്രക്കാർ തലമറച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ തെരുവിലൊരു ബഹളം കേട്ടു. പുറത്തേക്ക് നോക്കിയപ്പോൾ റഹ്മാനെ 2 പോലീസുകാർക്കിടയിൽ ബന്ധിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. അവർക്ക് പിന്നാലെ ഒരു കൂട്ടം കൗതുകമുള്ള കുട്ടികളും. കാബൂളിവാലയുടെ വസ്ത്രങ്ങളിൽ രക്തക്കറകളുണ്ടായിരുന്നു. പോലീസുകാരിലൊരാൾ ഒരു കത്തിയും പിടിച്ചിരുന്നു. ഞാൻ വേഗം പുറത്തിറങ്ങി അവരെ തടഞ്ഞു. ഇതെല്ലാം എന്താണെന്ന് അന്വേഷിച്ചു. ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും കേട്ടപ്പോൾ ഒരയൽവാസി രാംപുരി ഷാളിനു വേണ്ടി കച്ചവടക്കാരന് പണം നൽകാനുണ്ടായിരുന്നു എന്നും, എന്നാൽ അത് വാങ്ങിയെന്ന് അയാൾ കള്ളം പറഞ്ഞ് നിഷേധിച്ചപ്പോൾ വഴക്കിനിടയിൽ റഹ്മാൻ അയാളെ അടിച്ചു എന്നും ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ദേഷ്യത്തിന്റെയും ആവേശത്തിന്റെയും പുറത്ത് തടവുകാരൻ തന്റെ ശത്രുവിനെ പല പേരുകളും വിളിച്ച് അധിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ വീടിന്റെ വരാന്തയിൽ എന്റെ കുഞ്ഞുമിനി തന്റെ പതിവ് വിളിച്ച് "ഓ കാബൂളിവാല, കാബൂളിവാല" എന്നു പറഞ്ഞ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. അവൻ അവളെ നോക്കിയപ്പോൾ റഹ്മാന്റെ മുഖം പ്രകാശിച്ചു. ഇന്ന് അവന്റെ കക്ഷത്തിൽ സഞ്ചിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് അവനോട് ആനയെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ ഉടൻ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. "അങ്ങ് അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണോ?" റഹ്മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "അവിടേക്കാണ് ഞാൻ പോകുന്നത് കുഞ്ഞേ." ആ മറുപടി കുട്ടിക്ക് തമാശയായില്ലെന്ന് കണ്ടപ്പോൾ അയാൾ തന്റെ ചങ്ങലക്കിട്ട കൈകൾ ഉയർത്തിക്കാട്ടി. "ആ," അയാൾ പറഞ്ഞു, "ഞാൻ ആ വൃദ്ധനായ അമ്മായിയപ്പനെ ഇടിച്ചൊതുക്കിയേനെ. പക്ഷേ എന്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്." കൊലപാതക ശ്രമത്തിനുള്ള കുറ്റത്തിന് റഹ്മാന് ഏതാനും വർഷത്തെ തടവു ശിക്ഷ ലഭിച്ചു. കാലം കടന്നുപോയി. അയാളെ ആരും ഓർമ്മിച്ചില്ല. പതിവ് സ്ഥലത്ത് പതിവ് ജോലികൾ ഞങ്ങളുടേതായിരുന്നു. ഒരിക്കൽ സ്വതന്ത്രനായിരുന്ന ആ മലഞ്ചരക്ക് വ്യാപാരി തന്റെ വർഷങ്ങൾ ജയിലിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾക്ക് അപൂർവമായി മാത്രമേ, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്റെ സന്തോഷവതിയായ മിനി പോലും, ഞാൻ ലജ്ജയോടെ പറയുന്നു, തന്റെ പഴയ കൂട്ടുകാരനെ മറന്നു. പുതിയ കൂട്ടുകാർ അവളുടെ ജീവിതം നിറച്ചു. അവൾ വളർന്നു വലുതായപ്പോൾ അവൾ കൂടുതൽ സമയം പെൺകുട്ടികളോടൊപ്പം ചെലവഴിച്ചു. അവൾ അവരോടൊപ്പം അത്രയധികം സമയം ചെലവഴിച്ചു. അതുകൊണ്ട് അവൾ മുൻപ് ചെയ്തിരുന്നതുപോലെ അച്ഛന്റെ മുറിയിലേക്ക് വരാതായി. ഞാൻ അവളുമായി അധികം സംസാരിക്കാറില്ലായിരുന്നു. വർഷങ്ങൾ കടന്നിരുന്നു. വീണ്ടും ഒരു ശരത്കാലമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മിനിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. പൂജ അവധിക്കാലത്തായിരുന്നു അത് നടക്കേണ്ടിയിരുന്നത്. ദുർഗ കൈലാസത്തിലേക്ക് മടങ്ങുന്നതുപോലെ ഞങ്ങളുടെ വീടിന്റെ വെളിച്ചവും അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അവളുടെ അച്ഛന്റെ വീടിനെ നിഴലിലാക്കി. പ്രഭാതം ശോഭയുള്ളതായിരുന്നു. മഴയ്ക്ക് ശേഷം വായുവിലൊരു ശുദ്ധിയുടെ പ്രതീതിയുണ്ടായിരുന്നു. സൂര്യരശ്മികൾ ശുദ്ധമായ സ്വർണം പോലെ തോന്നി. അവ അത്രയധികം ശോഭയുള്ളതായിരുന്നു. ഞങ്ങളുടെ കൊൽക്കത്തയിലെ ഇടുങ്ങിയ ഇഷ്ടിക മതിലുകൾക്കുപോലും അവ മനോഹരമായ തിളക്കം നൽകി. അന്ന് അതിരാവിലെ മുതൽ കല്യാണത്തിന്റെ കുഴൽവിളികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഓരോ താളത്തിലും എന്റെ ഹൃദയം തുടിച്ചു. ഭൈരവി രാഗത്തിന്റെ ആ വിലാപം വരാനിരിക്കുന്ന വേർപാടിന്റെ എന്റെ വേദനയെ വർദ്ധിപ്പിക്കുന്നതായി തോന്നി. എന്റെ മിനിയുടെ വിവാഹം അന്ന് രാത്രിയായിരുന്നു. അതിരാവിലെ മുതൽ വീടാകെ ബഹളവും തിരക്കുമായിരുന്നു. മുറ്റത്ത് പന്തൽ മുളങ്കാലുകളിൽ കെട്ടണം. കിലുങ്ങുന്ന ശബ്ദമുള്ള ചാൻഡിലിയറുകൾ ഓരോ മുറിയിലും വരാന്തയിലും തൂക്കണം. തിരക്കിനും ആവേശത്തിനും ഒരവസാനവുമില്ലായിരുന്നു. ഞാൻ എന്റെ പഠനമുറിയിൽ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് എന്റെ മുന്നിൽ വന്നു നിന്നു. അതു കാബൂളിവാലയായ റഹ്മാനായിരുന്നു. ആദ്യം ഞാൻ അയാളെ തിരിച്ചറിഞ്ഞില്ല. അയാൾക്ക് സഞ്ചിയുണ്ടായിരുന്നില്ല, നീണ്ട മുടിയുണ്ടായിരുന്നില്ല, മുൻപുണ്ടായിരുന്ന അതേ ഊർജ്ജസ്വലതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ ചിരിച്ചു. അപ്പോൾ ഞാൻ അയാളെ വീണ്ടും തിരിച്ചറിഞ്ഞു. "എപ്പോഴാണ് വന്നത് റഹ്മാൻ?" ഞാൻ അയാളോട് ചോദിച്ചു. "കഴിഞ്ഞ വൈകുന്നേരം," അയാൾ പറഞ്ഞു. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആ വാക്കുകൾ എന്റെ കാതുകളിൽ കഠിനമായി പതിച്ചു. തന്റെ സഹജീവിയെ മുറിവേൽപ്പിച്ച ഒരാളോട് ഞാൻ മുൻപ് സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ എന്റെ ഹൃദയം ചുരുങ്ങിപ്പോയി. അയാൾ വന്നിരുന്നില്ലെങ്കിൽ ആ ദിവസം കൂടുതൽ ശുഭകരമാകുമായിരുന്നു എന്നെനിക്ക് തോന്നി. "ചടങ്ങുകൾ നടക്കുകയാണ്," ഞാൻ പറഞ്ഞു. "എനിക്ക് തിരക്കുണ്ട്. അങ്ങേക്ക് മറ്റൊരു ദിവസം വരാമോ?" അയാൾ ഉടൻ പോകാൻ തിരിഞ്ഞു. പക്ഷെ വാതിൽക്കലെത്തിയപ്പോൾ അയാൾ മടിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, "കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ സർ, ഒരു നിമിഷം?" മിനി ഇപ്പോഴും പഴയതുപോലെയാണെന്ന് അയാൾ വിശ്വസിച്ചു. അവൾ മുൻപ് ചെയ്തിരുന്നതുപോലെ തന്റെ അടുത്തേക്ക് ഓടിവരുന്നതും "ഓ കാബൂളിവാല, കാബൂളിവാല" എന്ന് വിളിക്കുന്നതും അയാൾ മനസ്സിൽ കണ്ടു. പഴയതുപോലെ അവരൊരുമിച്ച് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമെന്നും അയാൾ സങ്കൽപ്പിച്ചു. വാസ്തവത്തിൽ പഴയകാല ഓർമ്മയ്ക്കായി അയാൾ കടലാസിൽ ശ്രദ്ധാപൂർവം പൊതിഞ്ഞ് ഒരു നാട്ടുകാരനിൽ നിന്ന് എങ്ങനെയോ സംഘടിപ്പിച്ച കുറച്ചു ബദാമും ഉണക്കമുന്തിരിയും മുന്തിരിയും കൊണ്ടുവന്നിരുന്നു. കാരണം അയാളുടെ സ്വന്തം ചെറിയ സമ്പാദ്യം തീർന്നുപോയിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, "വീട്ടിലൊരു ചടങ്ങുണ്ട്, ഇന്ന്
ഇന്ന് നിങ്ങൾക്ക് ആരെയും കാണാൻ കഴിയില്ല. ആ മനുഷ്യന്റെ മുഖം വാടി. അയാൾ ഒരു നിമിഷം എന്നെ വിഷാദത്തോടെ നോക്കി. എന്നിട്ട് സുപ്രഭാതമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എനിക്കല്പം വിഷമം തോന്നി. അയാളെ തിരിച്ചു വിളിക്കാമായിരുന്നു. പക്ഷെ അയാൾ സ്വയം തിരികെ വരുന്നത് ഞാൻ കണ്ടു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. തൻ്റെ സമ്മാനങ്ങൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, "സാർ, ഞാൻ ഈ കുറച്ച് സാധനങ്ങൾ കുഞ്ഞിനു വേണ്ടി കൊണ്ടുവന്നതാണ്. അവൾക്ക് കൊടുക്കുമോ?" ഞാൻ അവ വാങ്ങി അയാൾക്ക് പണം കൊടുക്കാനൊരുങ്ങി. പക്ഷെ അയാൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "അങ്ങ് വളരെ ദയയുള്ളവനാണ് സാർ. എന്നെ ഓർമ്മയിൽ സൂക്ഷിക്കുക. എനിക്ക് പണം തരരുത്. അങ്ങേക്കൊരു കുഞ്ഞു പെൺകുട്ടിയുണ്ട്. എനിക്കും എൻ്റെ വീട്ടിൽ അവളെപ്പോലെ ഒരാളുണ്ട്. ഞാൻ അവളെ ഓർത്ത് അങ്ങയുടെ കുട്ടിക്ക് പഴങ്ങൾ കൊണ്ടുവരുന്നു. എനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല." ഇതു പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ വലിയ അയഞ്ഞ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടു. ഒരു ചെറിയ വൃത്തിയില്ലാത്ത കടലാസു കഷ്ണം പുറത്തെടുത്തു. വളരെ ശ്രദ്ധയോടെ അയാൾ അത് നിവർത്തി. എൻ്റെ മേശപ്പുറത്ത് 2 കൈകൾ കൊണ്ടും അത് നിരപ്പാക്കി. അതിൽ ഒരു കുഞ്ഞു കൈയുടെ അടയാളമുണ്ടായിരുന്നു. ഒരു ചിത്രമായിരുന്നില്ല. ഒരു വരച്ച ചിത്രമായിരുന്നില്ല. മഷി പുരണ്ട ഒരു കൈ കടലാസിൽ പതിച്ച അടയാളമായിരുന്നു അത്. വർഷാവർഷം കൊൽക്കത്തയിൽ തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വരുമ്പോൾ തൻ്റെ കുഞ്ഞുമകളുടെ ഈ സ്പർശം എപ്പോഴും അയാളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാളൊരു പാവപ്പെട്ട കാബൂളി പഴക്കച്ചവടക്കാരനാണെന്നും ആണെന്നും ഞാൻ മറന്നു. പക്ഷേ ഇല്ല, ഞാൻ അയാളേക്കാൾ എന്താണ് കൂടുതൽ. അയാളും ഒരു അച്ഛനായിരുന്നു. ദൂരെയുള്ള മലമ്പ്രദേശത്തെ വീട്ടിലുള്ള തൻ്റെ കുഞ്ഞു പാർവതിയുടെ കൈയുടെ ആ അടയാളം എൻ്റെ സ്വന്തം കുഞ്ഞു മിനിയെ ഓർമ്മിപ്പിച്ചു. ഞാൻ ഉടൻ തന്നെ അകത്തെ മുറിയിൽ നിന്ന് മിനിയെ വിളിപ്പിച്ചു. പല ബുദ്ധിമുട്ടുകളും പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടില്ല. വിവാഹ ദിവസത്തെ ചുവന്ന പട്ടുടുത്ത് നെറ്റിയിൽ ചന്ദനം ചാർത്തി ഒരു യുവവധുവിനെപ്പോലെ അണിഞ്ഞൊരുങ്ങി മിനി വന്നു. എന്റെ മുന്നിൽ ലജ്ജയോടെ നിന്നു. കാബൂളിവാല ആ കാഴ്ച കണ്ട് അല്പം അമ്പരന്നു. അവർക്കവരുടെ പഴയ സൗഹൃദം പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "കുഞ്ഞെ, നീ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണോ?" പക്ഷെ മിനിക്കിപ്പോൾ അമ്മായിയപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ട് അവൾക്ക് പഴയതുപോലെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ ചോദ്യത്തിൽ അവൾക്ക് നാണം തോന്നി. വധുവിനെപ്പോലെ മുഖം താഴ്ത്തി അയാളുടെ മുന്നിൽ നിന്നു. കാബൂളികാലയും എന്റെ മിനിയും ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു. എനിക്ക് ദുഃഖം തോന്നി. അവൾ പോയപ്പോൾ റഹ്മാൻ ഒരു ദീർഘനിശ്വാസം വിട്ടു തറയിലിരുന്നു. തന്റെ മകളും ഈ കാലയളവിൽ വളർന്നിട്ടുണ്ടാകണം. അവളുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കേണ്ടി വരുമെന്നും അയാൾക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു. തീർച്ചയായും അയാൾക്ക് അവളെ മുൻപറിഞ്ഞിരുന്നതുപോലെ കാണാൻ കഴിയില്ലായിരുന്നു. കൂടാതെ ഈ 8 വർഷത്തിനിടയിൽ അവൾക്കെന്ത് സംഭവിച്ചിട്ടുണ്ടാകില്ല? കല്യാണത്തിന്റെ കുഴൽവിളികൾ മുഴങ്ങി. മൃദുലമായ ശരത്കാല സൂര്യൻ ഞങ്ങൾക്ക് ചുറ്റും പ്രകാശിച്ചു. പക്ഷേ റഹ്മാൻ കൊൽക്കത്തയിലെ ആ ചെറിയ തെരുവിലിരുന്നു. തന്റെ മുന്നിൽ അഫ്ഗാനിസ്ഥാനിലെ തരിശുമലകൾ കണ്ടു. ഞാനൊരു നോട്ടെടുത്ത് അയാൾക്ക് കൊടുത്തു, പറഞ്ഞുകൊണ്ട്, "നിങ്ങളുടെ സ്വന്തം മകളുടെ അടുത്തേക്ക്. റഹ്മാൻ, നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുക. നിങ്ങളുടെ ഈ കണ്ടുമുട്ടലിന്റെ സന്തോഷം എന്റെ കുഞ്ഞിന് നല്ല ഭാഗ്യം കൊണ്ടുവരട്ടെ." ഈ സമ്മാനം കൊടുത്തതുകൊണ്ട് എനിക്ക് ചില ആഘോഷങ്ങൾ കുറയ്ക്കേണ്ടി വന്നു. ഞാൻ വിചാരിച്ച ഇലക്ട്രിക് ലൈറ്റുകൾ എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല. സൈനിക ബാൻഡും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ സ്ത്രീകൾക്ക് അതിൽ നിരാശ തോന്നി. എന്നാൽ എനിക്ക് കല്യാണസദ്യ കൂടുതൽ സന്തോഷം നൽകുന്നതായിരുന്നു. ഒരു ദൂരദേശത്ത് ഒരുപാട് കാലം കാണാതിരുന്ന ഒരച്ഛൻ തന്റെ ഏക മകളെ വീണ്ടും കണ്ടുമുട്ടി എന്ന ചിന്ത കാരണം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അറിയിക്കുക. അടുത്ത തവണ ഒരു പുതിയ കഥയുമായി കാണാം.